വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡില് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആകെ അങ്ങ് കുഴപ്പിക്കുകയാണ് VP നായർ ശാലിനി. അവസാനം ശാലിനിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ VP നായർ ഇരിക്കുമ്പോൾ പൊന്നി വെള്ളം കൊണ്ട് വരുന്നുണ്ട്. അത് ഒറ്റ വലിക്കങ്ങ് കുടിക്കുകയാണ് VP നായർ. അതൊക്കെ കണ്ടങ്ങ് ചിരിക്കുന്നുണ്ട് ശാലിനിയും രാഘവൻ നായരും ഒക്കെ. എന്നാൽ ശാലിനിയെ ഒന്ന് ഒളി കണ്ട് നോക്കി വഴക്ക് പറയാനൊക്കെ ശ്രമിക്കുകയാണ് വിഷ്ണു. തുടർന്ന് നമുക്ക് ഇതിവിടെ വെച്ച് നിർത്താം, ഞാനിനി പ്രിപ്പയർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് VP നായർ ഇറങ്ങുകയാണ്. അന്നേരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിഷ്ണു ചോദിക്കുന്നുണ്ട്, എങ്ങനെയാ സാറേ കുട്ടി രക്ഷപ്പെടുമോ എന്ന്. അന്നേരം അത് ഉറപ്പാണ്, ഇൻ്റർവ്യൂ ബോർഡിലുള്ളവരിനി എങ്ങനെ രക്ഷപ്പെടും എന്നാണ് ആലോചിക്കേണ്ടത്, താൻ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് കൊണ്ടുവിടാനായിട്ട് VP നായർ പറയുന്നുണ്ട്. അതേസമയം അകത്തിരുന്ന് ആകെ അങ്ങ് പൊട്ടിച്ചിരിക്കുകയാണ് രാഘവൻ നായർ ശാലിനിയും ഒക്കെ. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, എൻ്റെ മോളെ ഇങ്ങനെയൊന്നും മനസ്സ് തുറന്ന് ചിരിച്ചിട്ട് എത്ര നാളായെന്നോ. VP നായരും അയാളുടെ IAS കോച്ചിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അങ്ങ് തകർത്ത് ചിരിക്കുകയാണ് രാഘവൻ നായർ. തുടർന്ന് രാഘവൻ നായർ ശാലിനിയോട് പറയുന്നുണ്ട്, ഇതിനിടയിൽ നീ മറ്റൊരു കാര്യം കാണാതെ പോകരുത്. നിന്നെ ഒരു IAS കാരിയായിട്ട് കാണാനുള്ള വിഷ്ണുവിൻ്റെ അടങ്ങാത്ത ആഗ്രഹം, അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അന്നേരം അതൊക്കെ ഞാൻ കാണുന്നുണ്ട് അച്ഛാ, പക്ഷേ എനിക്ക് ഒരു വിഷമം മാത്രമേ ഉള്ളൂ, ആ സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് എന്നെ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല എന്ന്. അന്നേരം അതൊന്നും സാരമില്ല, അതൊക്കെ ശരിയാകുമെന്ന് രാഘവൻ നായർ തിരിച്ചും പറയുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീടാണ്. അവിടെ രാത്രിയായിട്ടും ശ്യാമ ഇതുവരെ കോളേജിൽ നിന്നും തിരിച്ചെത്തിയിട്ടില്ല. അന്നേരം ശാരദാമ്മ കാത്തിരിക്കുകയാണ് ശ്യാമയെ. ഈ സമയത്ത് ശ്യാമയെ മനുവിൻ്റെ കൂടെ ബൈക്കിൽ വരുന്നുണ്ട്. അത് റോഡിൽ വെച്ച് മനുവിനോട് ശ്യാമ സംസാരിക്കുന്നുണ്ട്, അതേ മനു, എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇവിടെ വെച്ച് ചോദിച്ചോളണം, വിഷയം വീട്ടുപടിക്കലേക്ക് വലിച്ചിഴക്കരുതെന്ന്. അന്നേരം എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, കാശ്. അത് തന്നെയാണ്, അതും എൻ്റെ പോക്കറ്റിലേക്കല്ല പോകുന്നത്, പലർക്കും വീതിച്ച് കൊടുക്കാനുള്ളതാണ്. നാളെ എനിക്ക് 3000 രൂപ കിട്ടിയേ തീരൂ, അല്ലെങ്കിൽ ഈ വണ്ടി മുന്നോട്ട് പോകില്ല. എനിക്ക് ആ വീട്ടിലേക്ക് വരുന്നത് തന്നെ ഇഷ്ടമല്ല. പിന്നെ രാജീവ് സാറും അവിടെയൊക്കെ ചുറ്റിപ്പറ്റി കാണും, എനിക്ക് തരാനുള്ളത് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് മനു കയർത്ത് സംസാരിക്കുകയാണ് വണ്ടിയിലിരുന്നു കൊണ്ട് ശ്യാമയോട്. തുടർന്ന് മനുവിൻ്റെ വണ്ടിയിൽ ശാരദാമ്മയുടെ വീട്ടിലേക്ക് ശ്യാമ എത്തുന്നുണ്ട്. അന്നേരം വരാന്തയിൽ ശാരദാമ്മയുടെ കൂടെ ശാരികയുമുണ്ട്. തുടർന്ന് വണ്ടിയിൽ നിന്ന് ശ്യാമ പതി ഇറങ്ങുകയാണ്. അന്നേരം വരാന്തയിൽ തന്നെ നിൽപ്പുണ്ട് 2 പ്രതിഷ്ഠകളെന്ന് മനു ശ്യാമയോട് പതിയെ പറയുന്നുണ്ട്. അന്നേരം മനു, നീ ഇപ്പോൾ പോവെന്ന് ശ്യാമ പറയുകയാണ്. തുടർന്ന് മനു വണ്ടി എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ശാരദാമ്മ ഇറങ്ങിയിട്ട് നിൽക്കടെ എവിടെയെന്നും പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതൊന്നും ശ്രദ്ധിക്കാതെ മനു വണ്ടി എടുത്ത് അങ്ങ് പോവുകയാണ്. തുടർന്ന് ആകെ ദേഷ്യം വരുന്ന ശാരദാമ്മ അങ്ങ് ശ്യാമയെ ചോദ്യം ചെയ്യുകയാണ്. അന്നേരം ഞാൻ കബഡി ടീമിലുള്ള കാര്യം അമ്മയ്ക്ക് അറിയാമല്ലോ, കോച്ചിങ് ക്ലാസ് തുടങ്ങി, ഞാൻ അതിനാണ് പോയിരുന്നതെന്ന്. അന്നേരം നിങ്ങൾ പെണ്ണുങ്ങളുടെ കബഡി ടീമിൽ ഉണ്ടായിരുന്നതാണ് അവൻ എന്നുകൂടി നീ പറയാതിരുന്നാൽ മതി. ശാരദ അത്രയ്ക്ക് പൊട്ടിയല്ല എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം ഒന്നും പരുങ്ങുകയാണ് ശ്യാമ. തുടർന്ന് ശാരികയും പറയുന്നുണ്ട്, നീ കബഡി കോച്ചിങ്ങിനൊന്നും ചെല്ലുന്നില്ലെന്നാണല്ലോ രാജീവ് സാർ പറഞ്ഞതെന്ന്. അന്നേരം അയാൾ എന്തിനാണ് എൻ്റെ പുറകെ നടന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, ഇതൊക്കെ രാജീവ് സാറിൻ്റെ ചോദ്യങ്ങളാണോ അതോ നിങ്ങളുടെ സംശയങ്ങളാണോ എന്നൊക്കെ പറഞ്ഞ് ആകെങ്ങ് അഹങ്കാരത്തോടു കൂടി ശ്യാമ സംസാരിക്കുകയാണ്. അന്നേരം നിങ്ങൾക്ക് വീണ്ടും എന്താ അറിയേണ്ടത് എന്നൊക്കെ ശ്യാമ ചോദിക്കുന്നുണ്ട്. അന്നേരം നീ എവിടേക്കാണ് പോകുന്നത്, ദിവസവും ഓരോ പയ്യന്മാരുടെ ബൈക്കിലല്ലേ നീ വന്നിറങ്ങുന്നത്, ആരാ നിൻ്റെ കൂട്ടുകാർ, എന്താ നിൻ്റെ ഉദ്ദേശം എന്നൊക്കെ ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം ഇതൊക്കെ രാജീവ് സാർ നിങ്ങളോട് ചോദിച്ചതല്ലേ, അപ്പോൾ പിന്നെ അയാളോട് തന്നെ ഇതിൻ്റെ കഥയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്യാമ പറയുന്നുണ്ട്. അന്നേരം വീണ്ടും ശാരദാമ്മ ദേഷ്യപ്പെടുകയാണ്. നീ പറഞ്ഞ കുട്ടിയുടെ ആക്സിഡൻറ്റ് കഥയും ബ്ലഡ് കൊടുക്കാൻ പോയതും ഒക്കെ നുണയാണ്, അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് രാജീവ് സാർ എന്നോട് പറഞ്ഞു എന്ന്. അന്നേരം അയാൾ എന്തിനാണ് എൻ്റെ പുറകെ നടന്ന കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്, അതിനാണോ ഭാര്യയെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ വിളിച്ചങ്ങ് സംസാരിക്കുമ്പോൾ ആകെ അന്തം വിടുകയാണ് ശാരദാമ്മയും ശാരികയും ഒക്കെ. തുടർന്ന് നീ എന്താണ് വിളിച്ചത്, നിനക്ക് 4 അക്ഷരം പറഞ്ഞു തരുന്ന ഒരു ഗുരുനാഥനല്ലേ, ഒന്നുമില്ലെങ്കിലും ഞാനൊരു മകൻ്റെ സ്ഥാനം നൽകിയാണ് രാജീവ് സാറിനെ ബഹുമാനിച്ച് സംസാരിക്കുന്നത് തന്നെ, അതെങ്കിലും നീ കാണിക്കണ്ടേ, എടി നിന്നെയാണെന്നും പറഞ്ഞ് അടിക്കാനൊക്കെ ശാരദാമ്മ ശ്യാമയെ കൈയൊങ്ങുന്നുണ്ട്. തുടർന്ന് ശാരിക പിടിച്ചു മാറ്റുകയാണ് ശാരദാമ്മയെ. അന്നേരം തുടർന്ന് വീണ്ടും വിഷയം മാറ്റുകയാണ് ശ്യാമ.
വല്യേച്ചിക്കിപ്പോൾ തൃപ്തിയായല്ലോ. എന്നെയും അമ്മയും തെറ്റിച്ചിട്ട് ചേച്ചിക്കിപ്പോൾ എന്താണ് വേണ്ടത്? ചേച്ചി സ്വത്തിൻ്റെ ഭാഗം ചോദിച്ചു എന്നൊക്കെ ഞാൻ അറിഞ്ഞു. സത്യാമ്മയുടെ വീട്ടിലായതുകൊണ്ട് കുഞ്ഞേച്ചി എന്തായാലും ഇതിനൊന്നും വരില്ല. പിന്നെ എൻ്റെ കാര്യം ഓർത്തും ചേച്ചി വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒന്നോടെ തന്നെ ചേച്ചി എടുത്തോ. എന്നെ ഒന്ന് ജീവിക്കാൻ മാത്രം അനുവദിച്ചാൽ മതി എന്നൊക്കെ തൊഴുതൊക്കെ അങ്ങ് കാണിക്കുന്നുണ്ട് ശ്യാമ. പക്ഷേ ശ്യാമയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അപ്പോഴും അവിടെ പറയുന്നില്ല. എന്താണെന്ന് ശാരദാമ്മയ്ക്കും ശാരികയ്ക്കും മനസ്സിലാവുന്നില്ല. ശ്യാമ അങ്ങനെ കൂടി പറയുമ്പോൾ ശാരികയ്ക്ക് ആകെ വിഷമമാകുന്നുണ്ട്. ശ്യാമയുടെ സംസാരത്തിൽ ഒന്നുകൂടി ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട് ശാരദാമ്മ. തുടർന്ന് ശ്യാമയങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് വിഷമിക്കുന്ന ശാരിക മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ എന്തൊക്കെയാ അമ്മ അവൾ പറഞ്ഞിട്ട് പോയതെന്ന് വിഷമത്തോടെ ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്. അന്നേരം എനിക്കൊന്നും അറിയില്ല, ഓരോന്നും ഓരോ വഴിക്കാണല്ലോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് ശാരദാമ്മയും അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാജീവ് ആകെ വിഷമിച്ച് കട്ടിലിരിക്കുകയാണ്. അന്നേരം ശാരികയെ അന്ന് വിളിക്കാനായിട്ട് ചെന്നപ്പോൾ ശാരിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് രാജീവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരുന്നുണ്ട്. ഈ സമയത്താണ് വിജയലക്ഷ്മി ആഹാരം കഴിക്കാനായിട്ട് രാജീവിനെ വന്ന് വിളിക്കുന്നത്. അന്നേരം അമ്മ കഴിച്ചിട്ട് കിടന്നോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ഇത് തന്നെയാണ് നീ ഇന്നലെയും പറഞ്ഞത്. രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ചോറും കറിയും ഒക്കെ അനങ്ങാതെ ഇരിപ്പുണ്ട്. നീ എന്തിനാണ് ഇങ്ങനെ നിരാഹാര സമരം കിടക്കുന്നത്? ആ ശാരിക ഓർത്തിട്ടാണോ? അവളാണെങ്കിൽ അവളുടെ വീട്ടിൽ തിന്നും കുടിച്ചും വൃത്തിയായിട്ട് കഴിയുന്നു. നീ ഒരു മരപ്പൊട്ടൻ തന്നെ. അവളെ അങ്ങ് കളഞ്ഞേക്കടാ. നിനക്ക് സൗന്ദര്യവും സ്വത്തുമൊക്കെയുള്ള 100 പെണ്ണുങ്ങളെ കിട്ടും എന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട്. അന്നേരം പതിയെ എഴുന്നേറ്റിട്ട് ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് റൂമിൽ നിന്ന് പുറത്തേക്ക് രാജീവ് ഇറങ്ങുന്നുണ്ട്. അന്നേരം രാജീവിനെ ഇങ്ങനെ 2 കൈ കൊണ്ട് തോളിലേക്ക് പിടിച്ചു നിർത്തിയിട്ട് എൻ്റെ മോനും ബുദ്ധി ഉദിച്ചോ, എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് സന്തോഷത്തോടു കൂടി വിജയലക്ഷ്മി ചോദിക്കുകയാണ്. ശാരിയെ ഉപേക്ഷിക്കും എന്നാണ് വിജയലക്ഷ്മി കരുതുന്നത്. അന്നേരം ഒരു ഉറച്ച തീരുമാനത്തോടെ രാജീവ് പറയുന്നുണ്ട്, അതെ ശാരികയുടെ കാര്യം തന്നെയാണ് പറഞ്ഞത്. അമ്മയും അമ്മാവനെയും അങ്ങ് കളഞ്ഞേക്കാം, എന്നിട്ട് ശാരികയോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാമെന്ന്. അത് കേട്ട് ഒരു നിമിഷം ഒന്ന് അന്തം വിട്ട് രാജീവിൻ്റെ തോളിൽ നിന്നും ആ കൈയൊന്ന് പതുക്കെ അങ്ങ് മാറ്റുകയാണ് വിജയലക്ഷ്മി. നീ എന്താടാ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം അമ്മയ്ക്കും അമ്മാവനും പകരമായിട്ട് വേറെ ആരെയും കിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരു തീരുമാനം എടുക്കാത്തത്. പിന്നെ എനിക്ക് അധിക കാലം ഇങ്ങനെ ഒരു ഒറ്റയ്ക്ക് കഴിയാനായിട്ട് സാധിക്കില്ല. ഉടനെ തന്നെ ഞാൻ എൻ്റെ തീരുമാനം അറിയിക്കാമെന്ന് അങ്ങ് ഉറച്ച മനസ്സോടുകൂടി പറഞ്ഞിട്ട് രാജീവ് അങ്ങ് പോകുന്നുണ്ട്. അന്നേരം ജയലക്ഷ്മി മനസ്സിലാകുന്നുണ്ട് ശാരിക ഉപേക്ഷിക്കാനായിട്ട് രാജീവ് തയ്യാറാകില്ല എന്ന്. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ റൂമിലേക്ക് രാത്രി വെള്ളവുമായിട്ട് ശാലിനി വരികയാണ്. എന്നിട്ട് അതേ വെള്ളം കുടിക്കാനായിട്ട് ഇവിടെ വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ഒന്ന് നിന്നേ, സോറി കേട്ടോ, എനിക്ക് IAS കുറിച്ച് വലിയ പിടിയൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ VP നായരെ ട്യൂഷൻ എടുക്കാനായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം അതൊന്നും സാരമില്ല, വിഷ്ണുട്ടന് എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ടല്ലേ. ഭാര്യയോട് അമിതമായ സ്നേഹമുള്ള ഭർത്താവ്, ഇതിനേക്കാൾ കൂടുതൽ എന്ത് ഭാഗ്യമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞ് വിഷ്ണു അങ്ങ് ചിരിച്ചു നിൽക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ചോദിക്കുകയാണ്, അപ്പോൾ പിന്നെ ഈ കോച്ചിങ് ക്ലാസ്സും ട്യൂഷനും കൊണ്ടൊന്നും IAS ആകാനായിട്ട് പറ്റില്ലല്ലേ എന്ന്. അന്നേരം അങ്ങനെ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ഇവിടുത്തെ പണച്ചാക്കുകളെല്ലാം അങ്ങ് IASഉം IPSഉം ആകില്ലായിരുന്നു. പിന്നെ നിരന്തരമായുള്ള പഠനവും ഉത്സാഹവും യുക്തിബോധവും ഒക്കെയാണ് IASന് വേണ്ടത് എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ കേട്ടങ്ങ് ചിരിച്ചിട്ട് അത് ശരിയാ, അല്ലെങ്കിൽ ഞാനും ഒരു കമ്മീഷണർ ആയണേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ VP നായർക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ല അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അധികാരം അങ്ങേരെ മത്ത് പിടിപ്പിച്ചതാണ്, അതുകൊണ്ട് ഒരു പദവിയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല, വേറൊന്നും ചെയ്യാനില്ല എന്നൊക്കെ ഒരു തോന്നലില്ലേ, അതുകൊണ്ട് അതിൻ്റെ ഒരു സംഭവമാണ് അയാൾക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ചിരിക്കാൻ എന്തായാലും കുറേ വകയായല്ലോ എന്ന് വിഷ്ണു പറയുകയാണ്. അന്നേരം പകുതി സന്തോഷവും പകുതി സങ്കടവും അങ്ങനെയല്ലേ ജീവിതം എന്ന് പറഞ്ഞിട്ട് ശാലിനിയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാറുന്നുണ്ട്. അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുകയാണ്, അല്ല ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുകയാണ് ഇയാളുടെ മുഖത്തൊരു സങ്കട നിഴൽ, എന്താ കാര്യമെന്ന് പറഞ്ഞ് വിഷ്ണു ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മുഖം തിരിച്ചിട്ട് ശാലിനി പോകാൻ തുടങ്ങുന്നുണ്ട്. അന്നേരം ഇല്ല, പറഞ്ഞേ പറ്റൂ, എന്താ കാര്യം എന്ന് പറഞ്ഞ് വിഷ്ണു വീണ്ടും ശാലിനി നിർബന്ധിക്കുകയാണ് കാര്യം പറയാനായിട്ട്. തുടർന്ന് കുനിഞ്ഞു നിൽക്കുന്ന ശാലിനിയുടെ മുഖം ഇങ്ങനെ കൈകൊണ്ട് ഉയർത്തിയിട്ട്, എന്താടോ താൻ പ്രീതിയെ കാണാൻ പോയിരുന്നോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ആ മുഖം കൊണ്ട് തന്നെ അതേന്ന് ശാലിനി മറുപടി പറയുകയാണ്. അന്നേരം ഇനിയൊന്നും പറയണമെന്നില്ല, അവൾക്ക് നമ്മളെ മനസ്സിലാകില്ല, ആ പേരങ്ങ് മായ്ച്ച് കളഞ്ഞേക്ക്, എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് വിഷ്ണു ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ആ പേര് അങ്ങനെ നമുക്ക് മായ്ച്ച് കളയാനായിട്ട് പറ്റുമോ? ശാലിനിയുടെ ഹൃദയത്തിൽ കൊത്തിവെച്ചിരിക്കുന്ന പേരുകളിൽ ഒന്നാണ് പ്രീതി. അവളൊരു പൊട്ടി പെണ്ണാണ്, അവളെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിച്ചു
തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. വിഷ്ണുവേട്ടന് പ്രീതി അറിയില്ലേ എന്ന് സങ്കടത്തോടെ ശാലിനി ചോദിക്കുകയാണ്. അന്നേരം എന്ത് തെറ്റിദ്ധാരണ, നമ്മൾ അവളോടെല്ലാം മാറി മാറി ചോദിച്ചില്ലേ എന്താ കാര്യമെന്ന്, എന്നിട്ടും അവൾ അവിടെ നിന്നും ഇറങ്ങി വരാനോ കാര്യങ്ങൾ സംസാരിക്കാനോ തയ്യാറാകുന്നില്ലല്ലോ എന്ന് അങ്ങനെ പറഞ്ഞ് വിഷ്ണു വീണ്ടും അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ താൻ എന്തായി പറയുന്നത്, ഇനി അവൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെ നമ്മൾ കാത്തിരിക്കണമാണെന്നാണോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം ചില കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞാൽ ബോധ്യപ്പെടില്ല, അനുഭവത്തിൽ വന്നാലേ അത് പാഠമാകൂ എന്ന് ശാലിനി പറയുന്നുണ്ട്. അവരിങ്ങനെ പ്രീതിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പ്രീതി ശാലിനിയെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം പ്രീതി എന്ന് പെട്ടെന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ഫോൺ എടുക്കുക, എന്താ ഈ സമയത്തെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. അന്നേരം ഞാൻ ഫോൺ എടുത്തിട്ട് സ്പീക്കറിലിടാമെന്ന് പറഞ്ഞ് ശാലിനി ഫോൺ സ്പീക്കറിലിടുകയാണ്. അന്നേരം ശാലിനി എന്ന് പതിയെ പ്രീതി വിളിക്കുകയാണ്. അന്നേരം എന്താ പ്രീതി, കാര്യം പറയുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കരച്ചിൽ മാത്രമാണ് ആദ്യം കേൾക്കുന്നത്. അന്നേരം പ്രീതിയിൽ നിന്ന് ഒന്നുകൂടി ശാലിനി വിളിക്കുമ്പോൾ എനിക്ക് ശാലിനി ഒന്ന് കാണണം, എനിക്ക് കണ്ട് നേരിട്ട് സംസാരിക്കണം എന്ന് പറയുകയാണ്. അന്നേരം അതിനെന്താ, സംസാരിക്കാമല്ലോ എന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം ആകെ പ്രതീക്ഷയോടെ അടുത്ത് നിൽക്കുകയാണ് വിഷ്ണു. എന്നാൽ പ്രീതി ഇതൊക്കെ ഫോൺ ചെയ്ത് ശാലിനിയോട് സംസാരിക്കുന്നതൊക്കെ മുറ്റത്ത് നിന്ന് അർജുൻ കേൾക്കുന്നുണ്ട്. തുടർന്ന് വരേണ്ട സമയം സ്ഥലവും ഒക്കെ ഞാൻ നാളെ രാവിലെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് ഫോൺ വയ്ക്കുന്ന പ്രീതി തിരിഞ്ഞു നോക്കുമ്പോൾ അർജുനെ കാണുന്നുണ്ട്. അന്നേരം ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് പ്രീതി. ഇതേ സമയം ഫോൺ വെച്ച ശേഷം ശാലിനി വിഷ്ണുവിൻ്റെ റൂം വിട്ടങ്ങ് പോകുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങ് ആകെ സങ്കടത്തോടെ നിൽക്കുകയാണ്. ഇനി എന്താകും എന്നുള്ളത് ഓർത്ത്. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.